അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, സൗദി അറേബ്യയിലെ മദീനയിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൻ നബവി ഇസ്ലാമിക ചരിത്രത്തിലെ മൂന്നാമത്തെ പള്ളിയും മസ്ജിദുൽ ഹരം കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പള്ളിയുമാണ്. ശ്വാസമടക്കിപ്പിടിച്ചു മാത്രം നോക്കി നിൽക്കാൻ തോന്നുന്നത്ര മനോഹരമാണ് ഈ പള്ളി. എന്നാൽ അല്ലാഹുവിന്റെ ഭവനമായ കാബ ഷരീഫ് 24 മണിക്കൂറും തുറന്നിരിക്കുമ്പോൾ മസ്ജിദുൻ നബവി മാത്രം എന്തുകൊണ്ടാണ് രാത്രിയിൽ അടച്ചിടുന്നത്? രാത്രിയിൽ ഈ പള്ളിയിൽ എന്താണ് നടക്കുന്നത്? ആത്മീയ ലോകത്തുനിന്നുള്ള ആരെങ്കിലും രാത്രിയിൽ അവിടെ വരുന്നുണ്ടോ? അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഹിജ്റ വർഷം 1, അതായത് AD 622-ൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ തന്റെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്താണ് ഈ പള്ളി പണികഴിപ്പിച്ചത്. ബനു നജ്ജാർ ഗോത്രത്തിലെ സഹൽ, സുഹൈൽ എന്നീ 2 അനാഥ കുട്ടികളുടേതായിരുന്നു ആ സ്ഥലം. പ്രവാചകൻ അവർക്ക് അതിനുള്ള വില നൽകി ആ സ്ഥലം വാങ്ങി. പള്ളി നിർമ്മാണത്തിൽ സഹാബികൾക്കൊപ്പം പ്രവാചകനും കല്ലുകൾ ചുമന്നു. ഈന്തപ്പന തടികൾ കൊണ്ടും ഓലകൾ കൊണ്ടും നിർമ്മിച്ച ഇസ്ലാമിന്റെ ലാളിത്യം വിളിച്ചോതുന്നതായിരുന്നു അന്നത്തെ പള്ളി. അന്ന് വെറും 1000 സ്ക്വയർ മീറ്റർ മാത്രം വിസ്തീർണമുണ്ടായിരുന്ന പള്ളി ഇന്ന് 3,84,000 സ്ക്വയർ മീറ്ററിലായി പരന്നുകിടക്കുന്നു. ഇപ്പോൾ 10 ലക്ഷത്തിലധികം ആളുകൾക്ക് ഒരേ സമയം ഇവിടെ നിസ്കരിക്കാം. അറബ് ലോകത്ത് തന്നെ ആദ്യമായി ഇലക്ട്രിക് ലൈറ്റുകൾ ഉപയോഗിച്ച പള്ളി കൂടിയാണിത്. എന്തുകൊണ്ട് രാത്രിയിൽ അടച്ചിടുന്നു? അതിന് 2 ഉത്തരങ്ങളുണ്ട്. 1. ഏകദേശം 20 വർഷം മുമ്പ് മക്കയിലെ പണ്ഡിത സഭയിൽ വെച്ച് ഒരാൾ ചോദിച്ചു, കാബ 24 മണിക്കൂറും തുറന്നിരിക്കുന്നു, പക്ഷേ മസ്ജിദുൻ നബവി രാത്രി അടച്ചിടുന്നു, എന്തുകൊണ്ട്? ഇതിന് ഖുർആൻ അടിസ്ഥാനമാക്കി മറുപടി നൽകണം. അപ്പോൾ ഒരു പണ്ഡിതൻ എഴുന്നേറ്റ് ആയത്തുൽ കുർസി ഓതിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് ഉറക്കമോ മയക്കമോ ഇല്ല. കാബ അല്ലാഹുവിന്റെ ഭവനമാണ്, അതിനാൽ അതെപ്പോഴും തുറന്നിരിക്കുന്നു. എന്നാൽ മസ്ജിദുൻ നബവിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മനുഷ്യർക്ക് ഉറക്കവും വിശ്രമവും ആവശ്യമാണ്. അതിനാൽ പ്രവാചകന്റെ വിശ്രമത്തിന് ഭംഗം വരാതിരിക്കാൻ പള്ളി രാത്രിയിൽ അടച്ചിടുന്നു. 2. സൗദി രാജാവായിരുന്ന അബ്ദുള്ള രാജാവിന്റെ കാലത്തിനു മുമ്പുവരെ പള്ളി വൃത്തിയാക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും അഗകൾ എന്ന് വിളിക്കപ്പെടുന്ന എത്യോപ്യൻ വംശജരായ ആളുകളുണ്ടായിരുന്നു. ഉസ്മാനിയ ഖിലാഫത്ത് കാലം മുതൽ ഇവരായിരുന്നു പള്ളിയുടെ സേവകർ. റോമൻ ശൈലിയിലുള്ള വസ്ത്രം ധരിച്ച് അരയിൽ താക്കോൽ കൂട്ടവുമായി പള്ളിക്കുള്ളിലെ ഒരു പ്രത്യേക തറയിൽ ഇവർ ഇരിക്കുമായിരുന്നു. ഇവർക്കായി അവിടെ ഒരു ചെറിയ മുറിയുണ്ടായിരുന്നു. കുനിഞ്ഞു മാത്രം കയറാൻ പറ്റുന്ന ചെറിയ വാതിലായിരുന്നു അതിന്. പള്ളിയിൽ എവിടെയെങ്കിലും അശുദ്ധിയായാൽ ഇവർ യാതൊരു പരാതിയും കൂടാതെ നെറ്റി ചുളിക്കാതെ കലിമ ചൊല്ലിക്കൊണ്ട് ആ സ്ഥലം വൃത്തിയാക്കുമായിരുന്നു. ഇഷ നമസ്കാരത്തിനു ശേഷം ഏകദേശം 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഇവർ പള്ളിയിലുള്ളവരെയെല്ലാം പുറത്തിറക്കി വാതിലുകൾ ഓരോന്നായി അടയ്ക്കുമായിരുന്നു. പിന്നീട് തഹജ്ജുദ് ബാങ്ക് വിളിക്കുന്നതുവരെ ഇവർ പള്ളി വൃത്തിയാക്കും. ഈ സമയത്ത് പുറത്തുനിന്നുള്ള ആരെയും, ആത്മാക്കളെയോ മറ്റോ അല്ല, മറിച്ച് വൃത്തിയാക്കാൻ വേണ്ടി മാത്രമാണ് പള്ളി അടച്ചിട്ടിരുന്നത്. എന്നാൽ അബ്ദുള്ള രാജാവിന്റെ കാലത്ത് നിയമം മാറി. ഇപ്പോൾ മസ്ജിദുൻ നബവി പൂർണ്ണമായും അടച്ചിടാറില്ല. ബാബുസ്സലാം, ബാബുൽ ബക്കി എന്നീ കവാടങ്ങൾ 24 മണിക്കൂറും തുറന്നിരിക്കും. ബാക്കി ഭാഗങ്ങൾ വൃത്തിയാക്കലിനായി അടച്ചിടാറുണ്ട്. മസ്ജിദുൽ ഹറമും മസ്ജിദുൻ നബവിയും ഇന്ന് കാണുന്ന രീതിയിൽ മനോഹരമായി രൂപകൽപ്പന ചെയ്തത് ഈജിപ്ഷ്യൻ എഞ്ചിനീയറായ ഡോക്ടർ മുഹമ്മദ് കമൽ ഇസ്മായിലാണ്. അദ്ദേഹം ഈസ്റ്റേൺ ഹിസ്റ്ററിയിൽ ഹൈസ്കൂൾ ബിരുദം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു. യൂറോപ്പിൽ നിന്ന് 3 ഡോക്ടറേറ്റുകൾ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. 1908-ൽ ജനിച്ച അദ്ദേഹം 2008-ൽ തന്റെ 100-ാം വയസ്സിലാണ് മരിച്ചത്. ഹറമിന്റെ നിർമ്മാണത്തിന് ചെലവായത് $100 ബില്യൺ. എന്നാൽ ഡോക്ടർ കമൽ ഇതിന് പ്രതിഫലമായി ₹1 പോലും വാങ്ങിയില്ല. ബിൻ ലാദൻ ഗ്രൂപ്പ് നൽകിയ ബ്ലാങ്ക് ചെക്ക് തിരിച്ചു നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ ഭവനങ്ങൾ നിർമ്മിക്കാൻ കൂലി വാങ്ങിയാൽ ഞാൻ എങ്ങനെ അല്ലാഹുവിനെ അഭിമുഖീകരിക്കും? 44-ാം വയസ്സിൽ വിവാഹിതനായ അദ്ദേഹം പ്രസവത്തോടെ മരിച്ചു. പിന്നീട് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു ജീവിതം. മക്കയിലെ ഹറമിൽ പാകിയിരിക്കുന്ന മാർബിൾ ഗ്രീസിലെ ഒരു ചെറിയ മലയിൽ മാത്രം കാണുന്ന കൊടും ചൂടിലും തണുപ്പ് നൽകുന്ന അപൂർവ ഇനവ കല്ലാണ്. മക്കയിലെ പണി കഴിഞ്ഞ് 15 വർഷത്തിനു ശേഷം മദീനയിലും ഇതേ മാർബിൾ പാകാൻ സൗദി രാജാവ് ആവശ്യപ്പെട്ടു. ഗ്രീസിലെ ആ കമ്പനിയിൽ ചെന്നപ്പോൾ ആ മാർബിൾ മുഴുവനും വിറ്റുപോയി എന്ന് CEO പറഞ്ഞു. നിരാശനായ അദ്ദേഹം തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ഓഫീസ് സെക്രട്ടറി പഴയ റെക്കോർഡുകൾ പരിശോധിച്ച് ആ മാർബിൾ വാങ്ങിയ ആളുടെ വിലാസം തരാമെന്ന് പറഞ്ഞു. അത്ഭുതമെന്നു പറയട്ടെ,
15 വർഷം മുമ്പ് അത് വാങ്ങിയത് ഒരു സൗദി കമ്പനിയായിരുന്നു. ആ വിലാസം കണ്ടപ്പോൾ ഡോക്ടർ കമലിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. അദ്ദേഹം ഉടനെ സൗദിയിലെത്തി ആ കമ്പനിയുടമയെ കണ്ടു. ഗോഡൌണിൽ പോയി പരിശോധിച്ചപ്പോൾ 15 വർഷം മുമ്പ് വാങ്ങിയ ആ മാർബിൾ ഒട്ടും ഉപയോഗിക്കാതെ അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് മദീനയിലെ പള്ളിക്ക് കൃത്യമായി തികയുന്ന അളവിലുമുണ്ടായിരുന്നു. അല്ലാഹു ഞങ്ങൾ കൊണ്ടിത് വാങ്ങിപ്പിച്ചു, എന്നിട്ട് ഞങ്ങളെ അത് മറപ്പിച്ചു എന്ന് പറഞ്ഞ് ആ കമ്പനിയുടമയും പണം വാങ്ങിയില്ല. പ്രവാചകന്റെ പള്ളിക്ക് വേണ്ടി അല്ലാഹു കരുതിവെച്ചതായിരുന്നു അത്. പ്രവാചകൻ പള്ളി പണിയുമ്പോൾ സഹാബികൾ ആവേശത്തോടെ കവിത ചൊല്ലുമായിരുന്നു. പ്രവാചകനും അവർക്കൊപ്പം ചേർന്ന് ചൊല്ലി, അല്ലാഹുവേ, പരലോകത്തെ പ്രതിഫലമാണ് യഥാർത്ഥ പ്രതിഫലം. അൻസാരികൾക്കും മുഹാജിരികൾക്കും നീ കരുണ ചൊരിയണമേ. ഇന്നും ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഒന്നിച്ചുകൂടുന്ന വിജ്ഞാനത്തിന്റെയും സമാധാനത്തിന്റെയും കേന്ദ്രമായി മസ്ജിദുൻ നബവി നിലകൊള്ളുന്നു. ആ പുണ്യഭൂമി സന്ദർശിക്കാൻ അല്ലാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.